15 വർഷത്തിൽ മേലെയായിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാനത് ഈ ബിസ്ക്കറ്റ് എടുത്ത് ഇട്ട് അടച്ചു വെക്കുമായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ചിപ്സോ അങ്ങനത്തെ സാധനങ്ങൾ. പക്ഷേ ഈ ഗ്യാസിൻ്റെ ഷോർട്ടേജ് കാരണം എനിക്കത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു കേട്ടോ. അപ്പോൾ ദേണ്ട ഞാൻ അരി ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ഇനി നമുക്ക് ഉപകാരപ്പെട്ട സാധനം കാണണ്ടേ? ദേണ്ട ഇത് കണ്ടോ, എൻ്റെ ബിസ്ക്കറ്റ് ടിന്നായിരുന്നേ. ഇതാണ് എനിക്കിപ്പോൾ ഉപകാരപ്പെട്ടത്. ഇത് ചാക്സൺ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, മിക്കവരുടെയും കൈ കാണും. പക്ഷേ ഉപയോഗിക്കാതെ നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ പല സാധനങ്ങളും നമ്മൾ മേടിച്ചിട്ട് അത് ഉപയോഗിക്കാതെ മാറ്റി വെക്കും, 1-2 പ്രാവശ്യം ഉപയോഗിച്ചിട്ട്. പക്ഷേ ഇതെനിക്കിപ്പം ഭയങ്കരമായിട്ട് ഉപകാരപ്പെട്ടു. ഇത് കണ്ടോ, ഇതിൻ്റെ വാഷർ ഇല്ലാത്തവർക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് കടകളിൽ കിട്ടും, ഈ പാത്രങ്ങളൊക്കെ വിൽക്കുന്ന കടയില്ലേ, അങ്ങനത്തെ കടയിൽ കിട്ടും കേട്ടോ. ഇത് വാങ്ങിച്ചോളൂ. അപ്പം ഞാൻ ഇതിലാണ് ഇപ്പോൾ ചോറ് വെക്കുന്നത്. ഇതിലോട്ട് അരി തിളച്ചിട്ട് നമുക്കൊന്ന് ഇറക്കി വെക്കാം ഇതിലോട്ട് കേട്ടോ. അരി തിളച്ചിട്ടുണ്ട്, ഇതിൽ ഇറക്കി വെച്ചിട്ട് ഇതിൻ്റെ ടോപ്പ് കൊണ്ട് ഇങ്ങനെ മൂടി വെച്ചാൽ മതി. 2 മണിക്കൂറിനുള്ളിൽ അരി വെന്ത് കിട്ടും. പിന്നെ കുറേ ടൈം വെച്ച് കഴിഞ്ഞാൽ അരിക്കൊരു വെള്ളം നനവ് ഉണ്ടാകും കേട്ടോ, വെള്ളം കിട്ടും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. പിന്നെ ഇത് 2 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഊറ്റിയിട്ട് അരിയുടെ വെള്ളം കളഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോഴേ നമ്മുടെ ചാക്സണി വേവിച്ച ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടേ, ഞാനിത് ഇതിലോട്ടൊന്ന് കുടഞ്ഞിടുക. കണ്ടോ, ഒന്നും ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല, നല്ല രീതിയിൽ തന്നെ കിട്ടും. ആവശ്യത്തിന് വെന്തിട്ടുമുണ്ടേ. കണ്ടോ കണ്ടോ, ഇങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് ചോറും കിട്ടും, സമയവും ലാഭിക്കാം, പിന്നെ ഗ്യാസും തീരത്തില്ല. ചാക്സൺ വേണ്ടുന്നവർ ഏത് ബ്രാൻഡ് വേണേലും നല്ലത് നോക്കി വാങ്ങിച്ചോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തേക്കണം. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു.